രക്തചന്ദ്രനെ അല്ലെങ്കിൽ ബ്ലഡ് മൂണിനെ കാണാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയാണ് ചന്ദ്രൻ്റെ നിറം ചുവന്ന നിറം അല്ലെങ്കിൽ രക്തത്തിൻ്റെ നിറമായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഭൂമി സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നും ഒരു നേർരേഖയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. സൂര്യൻ, അതിനുശേഷം ഭൂമി, അതിൻ്റെ പുറകിലായിട്ട് ചന്ദ്രൻ. ചന്ദ്രന് സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു ശേഷിയില്ല. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ അത് റിഫ്ലക്റ്റ് ചെയ്താണ് ഭൂമിയിലേക്ക് വിടുന്നത്. എന്നാൽ ഇത് മൂന്നും നേർരേഖയിലായി കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് നേരിട്ട് പ്രകാശം ചന്ദ്രനിൽ എത്തിച്ചേരുന്നില്ല. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും എത്തിച്ചേരുന്നില്ലെന്നല്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സൂര്യൻ്റെ പ്രകാശം കടന്നുപോയി അത് പിന്നീട് ചന്ദ്രനിൽ പോയി പതിക്കുന്നുണ്ട്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കുറേയധികം നേരം ഇങ്ങനെ പ്രകാശം കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയുള്ള അല്ലെങ്കിൽ കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള നീല പോലുള്ള നിറങ്ങൾ അതെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് സ്കാറ്റർ ചെയ്ത് ഇല്ലാതെയാകുന്നു. പിന്നീട് അവശേഷിക്കുന്ന ചുവപ്പും ഓറഞ്ചും നിറം മാത്രമാണ് ചന്ദ്രനിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ ചുവപ്പായിട്ടും ഓറഞ്ചായിട്ടും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ചുവപ്പും ഓറഞ്ചും സ്പെക്ട്രം മാത്രമാണ് ആ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി ഈ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയൊന്നുമല്ല. ഒരുപാട് തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ചയാണ്. സെപ്റ്റംബർ 7-ാം തീയതി ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്.